Hi guys, it's me Jowin and welcome to Motor Vlogs. അപ്പോൾ ഇന്ന് നമ്മൾ ടൊയോട്ട സംഘടിപ്പിക്കുന്ന ബൂട്ട് ക്യാമ്പ് അവിടെ നമ്മുടെ ഒരു വിശിഷ്ടതിഥി ടൊയോട്ടയുടെ ഏറ്റവും പുതിയ വണ്ടി ഹൈലക്സിലാണ് നമ്മളിപ്പോൾ ഇന്നിരിക്കുന്നത്. അപ്പോൾ സ്ട്രൈറ്റ് അവേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. വേറൊന്നുമല്ല, നല്ല ബീച്ചിലായ കാരണം നല്ല ചൂടുണ്ട്. സ്റ്റാർട്ട് ചെയ്യില്ലേ? പാർക്കിംഗ് കൊടുക്കില്ല. ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് വേണം വണ്ടി സ്റ്റാർട്ടാവാൻ. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടേക്കൊന്ന് കാണിച്ചോളൂ. വണ്ടി സ്റ്റാർട്ടായി വരുമ്പോൾ ടൊയോട്ടോ എന്നുള്ള എംബ്ലവും കാര്യങ്ങളും ഇവിടെ ഹൈലൈറ്റ്സ് ഡിസ്പ്ലേയുടെ അവിടെ ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പം മനോഹരമായൊരു ബീച്ചിൻ്റെ സൈഡിലാണ് ബീച്ച്. നമ്മൾ ബീച്ചിലാണ് ഇന്ന് ഡ്രൈവ് ചെയ്യണം കേട്ടോ. നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ഇന്ന് ബീച്ചിലാണ്. കുറച്ച് ദൂരമുള്ളൂ, ചെറിയൊരു സ്ട്രെച്ച്, ഒരു 100 മീറ്റേഴ്സിൻ്റെ ഒരു സ്ട്രക്ചർ. എങ്ങനെയുണ്ട് വണ്ടി, നമുക്ക് ഇതിൻ്റെ ഫീൽ എങ്ങനെയുണ്ട്? ഹൈലൈറ്റ്സ് ഏറ്റവും പുതിയ വണ്ടിയല്ല, അപ്പോൾ ഇതിൻ്റെ ഫീൽ എങ്ങനെയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് സാൻഡിൽ ഓടിക്കണ കാരണം നമ്മളിവിടെ ഇതിൻ്റെ 4x4 സിസ്റ്റത്തിലാണ്, H4ലേക്കാണ് ഇട്ടേക്കുന്നത്. H4ൽ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, സ്ട്രെയിറ്റ് അവേ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം വളരെ തിരക്കാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഇവരുടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് കിട്ടിയ സമയത്തിനുള്ളിൽ നമ്മൾ അമ്പടാ എന്താ ഒന്നും പറയണ്ട, കിഡിലൻ വണ്ടി ചുമ്മാ അങ്ങോട്ട് കയറി പോകട്ടോ. ഫോർച്യൂണർ ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ മാത്രം പറ്റുന്ന ചില പരിപാടികളാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓടിച്ചെത്തിയിരിക്കുന്നു. കുറച്ചും കൂടിയും പോകാനുണ്ട്. ഇത്രയും വലിയ മണലിലൂടെയാണ് പോണേന്നുള്ളതൊന്നും നമ്മുടെ ഹൈലൈറ്റ്സിന് ഒരു പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഓടിച്ചും ആകെ ഒരു ഇതായ സ്ഥലത്തേക്കൂടെ ഒരു കൂസലും ഇല്ലാതെ വണ്ടി സുഖമായി പോകുന്നുണ്ട്. അപ്പോൾ 4x4 ശേഷിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മനോഹരമായ ബീച്ച്. ഇങ്ങനെ ഒരു ബീച്ചിലൊക്കെ വണ്ടി അവരൊന്നും കൂടി സമ്മതിക്കായിരുന്നെങ്കിൽ വെള്ളത്തെ കൂടെ ഒക്കെ ഒന്ന് ഓടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് നമ്മുടെ ടൊയോട്ടക്കാര് സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് ഇവനെ ശരിക്കൊന്ന് ആർമാദിക്കായിരുന്നു. എന്തായാലും ഡ്രൈവിംഗ് ഡൈനാമിക്സ് അടിപൊളി കേട്ടോ. ഓടിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. ഡ്രൈവിംഗ് പൊസിഷനായാലും നമ്മൾ നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. വണ്ടി നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഫോർച്യൂണറിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീലാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ബൂട്ട് ക്യാമ്പിൽ ഇത്രയൊക്കെയാണ് ഓടിക്കാൻ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു എഡിറ്റ് പറയുകയാണെങ്കിൽ അടിപൊളി ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഒന്നും പറയാല്ല, അടിപൊളിയാണ്. സുഖമായിട്ട് നല്ല എന്താ പറയുക, വളരെ ഒരു കാർ ഓടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഈ വണ്ടി കൊണ്ടു നടക്കാം. കാണുമ്പോൾ വലിയൊരു എന്താ പറയുക, ഒരു ഭീകരനൊക്കെയാണ്, ഒരു പിക്കപ്പൊക്കെ പോലെ എല്ലാവർക്കും തോന്നുമെങ്കിലും ഇവൻ കയ്യിൽ വരുമ്പോൾ ഒരു ചെറിയ പുച്ചുകുട്ടി പോലെയാണ്. പക്ഷെ നമ്മുടെ ഇരിപ്പും മട്ടും പാവക്ക രാജാവിനെ പോലെ ഇരിക്കും. അപ്പോൾ വളരെ നല്ല ഡ്രൈവിംഗ് ആണ്. ഇനി ബാക്കി ഫീച്ചേഴ്സൊക്കെ നമുക്ക് റിവ്യൂവിൽ പറയാം. ഓക്കെ. ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ജോവിൻ ആൻഡ് വെൽക്കം ടു മോട്ടോർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ടൊയോട്ട സംഘടിപ്പിക്കുന്ന ഒരു ബൂട്ട് ക്യാമ്പാണ്. ഹൈലൈറ്റ്സ് വണ്ടിയാണ് നമ്മൾ ഇവിടെ ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ കൊടുക്കുന്ന കസ്റ്റമേഴ്സിന്. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് സാർ, ജോവിൻ സാറിൻ്റെ അഡ്വക്കേറ്റ് ആണ്, എം പി. ഓക്കെ, എവിടെ വീട്? ചാലക്കുടിയിലാണ്. ഓക്കെ. അപ്പോൾ ഇവൻ നമ്മുടെ ഹൈലൈറ്റ്സ് എങ്ങനെയുണ്ട് വണ്ടി ഓടിച്ചിട്ട്? കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഞാൻ ഫോർച്യൂണർ ഉപയോഗിക്കുന്നുണ്ട്, BM ഉപയോഗിക്കുന്നുണ്ട്, വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ബീച്ചിൽ വെച്ച് 4x4 നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, കുഴപ്പമില്ല, നന്നായിരിക്കുന്നു. ഇതിന്റെ പിക്കപ്പ് വെർഷൻ നമ്മുടെ ഇവിടെ ലൈഫ് സ്റ്റൈലായിട്ട് വന്നിട്ടില്ലല്ലോ. അതെ, പുറത്താണല്ലോ ഇത്തരം വണ്ടികളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പം ഇങ്ങനെ പുതിയതായിട്ട് വരുന്നില്ലേ ഉള്ളൂ. ഈ ഇത്തരം വണ്ടികളെ കുറിച്ച് എന്താണ് ഇത് ശരിക്കും ആക്ച്വലി ഒരു സ്റ്റേഷൻ വാഗൺ ടൈപ്പ് വേണമെന്ന് നമുക്ക്. ആ മുന്നത്തെ സ്റ്റേഷൻ വാഗൺ ആയിരുന്നു, അത് മാറി കഴിഞ്ഞിട്ട് ഈ ടൈപ്പ് വണ്ടികൾ വരുന്ന സമയത്ത് നമ്മളെ പ്രൈവറ്റ് യൂസ് ആസ് വെൽ ആസ് നമുക്ക് ഒരു സാധനങ്ങൾ ഒരു ഹോംലി പർപ്പസിന് ഏറ്റവും നന്നായിരിക്കും. ഒരു സാധനത്തിൽ ഗുഡ്സ് ഒക്കെ നമുക്ക് ലഗേജ് കയറ്റാനുണ്ട്, വണ്ടിനുള്ളിലേക്ക് ഡിക്കിൽ കയറ്റാനേക്കാൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഈസി ഹാൻഡ്ലിങ് അല്ലാത്ത കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ കൂടി ഇതിൻ്റെ ബാഗിൽ കൊണ്ടുപോകാൻ വളരെ കംഫർട്ടബിളാണ്. സോ അതുകൊണ്ട് ലൈഫ് സ്റ്റൈലായിട്ട് ഇനിയിപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ലൈഫ് സ്റ്റൈൽ വെഹിക്കിളായിട്ട് മാറും 100%. പിന്നെ ഇത് മറ്റു വണ്ടികളെ പോലെ 5 സീറ്ററാണ്. പിന്നീട് നല്ല
ഇന്റീരിയർ സ്പേസ് നന്നായിട്ടുണ്ടല്ലോ. ഇന്റീരിയർ സ്പേസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടി ഒരു നമുക്ക് ഒരു ഇൻക്ലൈൻ കിട്ടണില്ല എന്നുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഇൻക്ലിനേഷൻ കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതിന് പുതിയ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടി ഓടിച്ചിടത്തോളം സാറ്റിസ്ഫൈഡ് ആണ്. ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഫോർച്യൂണറിന്റെ 2 മോഡൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ വേറെ വണ്ടികൾ പല ഇതേമാതിരി ഓഫ് റോഡ് വെഹിക്കിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് റോഡ് പെർഫോമൻസ് ഈസ് ഗുഡ്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു ഫോർ യുവർ. അങ്ങനെ നമ്മൾ മനോഹരമായ ബീച്ചിൽ ടൊയോട്ടയുടെ ഏറ്റവും പുതിയ മോഡലായ ഹൈലക്സ് ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് ഹൈലക്സിൻ്റെ കീ. നല്ല പ്രീമിയം കീ ആണ്. ലോക്ക് ബട്ടണും അൺലോക്ക് ബട്ടണൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ടൊയോട്ടോ ഹൈലക്സ്. ഇത് ഒരു 2.8 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ചാർജ് 6 സ്പീഡ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷനിലും കിട്ടുന്നുണ്ട്. 204 bhp പവറും 500 Nm ഓഫ് ടോർക്കാണ് ഓട്ടോമാറ്റിക് മോഡലിൽ നമുക്ക് കിട്ടുന്നത്. മാനുവലാകുമ്പോൾ ഈ ടോർക്ക് 500 Nm പകരം 420 കിട്ടുന്നത്. ഹൈലക്സ് കംപ്ലീറ്റ്ലി ഒരു 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. ഒരു 5 സീറ്റർ വെഹിക്കിളാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു പുതിയ താരമൊക്കെ ആണെങ്കിലും ലോകത്ത് ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ പുതിയ താരമൊന്നുമല്ല. 180 രാജ്യങ്ങളോടെ 2 കോടി വണ്ടികളും വിറ്റിട്ടുണ്ട്. ഇനി ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് DRL LED DRL LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ്, പിന്നെ നല്ലൊരു ക്രോമിൻ്റെ ഔട്ട്ലൈൻ, താഴെ ഫോഗ് ലാമ്പ് ഉണ്ട്. ഫോഗ് ലാമ്പും LED ആണ്. പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല് ടൊയോട്ടയുടെ ഒരു തനത് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്രോം ഫിനിഷിൽ മൊത്തം ഒരു ക്രോമിൻ്റെ ആവരണം, ക്രോമിൻ്റെ കളിയാണ്. താഴെ സ്കിഡ് പ്ലേറ്റിലും അതുപോലെ തന്നെ അലുമിനിയം ഫിനിഷിലൊക്കെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഒരു മാച്ചോ ലുക്കാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വണ്ടി. പവർ ബൾജും ബോണറ്റിൽ പവർ ബൾജൊക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു മാസീവ് SUV ആ ഒരു ഫീലാണ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടാം. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴാണ് ഈ വണ്ടി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാവുക. S ക്ലാസ്സിനേക്കാളും നീളമുണ്ട് കേട്ടോ ഈ വണ്ടി. ഇതിൻ്റെ ലെങ്ത്ത് 5.3 മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് 1.9 മീറ്ററും ഒക്കെയാണ്. പിന്നെ നമ്മുടെ ടയർ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. പിന്നെ ട്രാവലറിനൊക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലാഡിങ്, വേറെ ഒരു നല്ല ഒരു മിറർ, സൈഡ് മിറർ, പിന്നെ ഈ വിങ് മിററൊക്കെ ക്രോമിൽ പൊതിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ അടക്കുന്നുണ്ട്. പിന്നെ ഹൈലക്സ് എന്ന് സൈഡിലൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിശാലമായിട്ടുള്ള വിൻഡോയാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ സെപ്പറേറ്റ് ആക്സസറീസ് ആയിട്ട് നമ്മൾ മേടിക്കേണ്ടതാണ്. പിന്നെ ക്രോമിൽ തന്നെയുള്ള ഹാൻഡിൽസ്, പിന്നെ താഴെ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ട്. വണ്ടി നല്ല ഹൈറ്റൊക്കെ ഉള്ള കാരണം ചവിട്ടി കയറണം. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറാൻ നമ്മളങ്ങനെ ഒരു ഫുഡ് സ്റ്റെപ്പ്. പിന്നെ ഇവിടെ വരാണെങ്കിൽ ഇവിടെയും ബാക്കിലും 18 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ്. സസ്പെൻഷൻ ഫ്രണ്ടിൽ ഡബിൾ വിഷ് ബോൺ സസ്പെൻഷനും പിന്നിൽ ലീഫ് സ്പ്രിങ് റിജിഡ് ആസിലൊക്കെയാണ്. കണ്ടോ, നല്ല വിശാലമായിട്ടുള്ള വീൽ ട്രാവൽ സ്പേസ് ഒക്കെയാണ്. പിന്നെ ബ്രേക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ്. പിന്നെ ഹൈലക്സ് ഇതിൻ്റെ പിന്നിൽ ഒരു പിക്കപ്പ് മോഡലാണ്. അപ്പോൾ അതൊക്കെ ആക്സസറീസാണ് നമ്മൾ മേടിക്കണം സെപ്പറേറ്റ്. പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ മുന്നിൽ കാണുന്ന ഒരു മാച്ചോ ഒരു ഇതുള്ളത് പിന്നിലേക്ക് വരുമ്പോൾ ഒരു ഒതുങ്ങിയ ഡിസൈനാണ്. കുഴപ്പമില്ല കാണാൻ, നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപമൊന്നുമല്ല. സൈഡിൽ LED ടെയിൽ ലൈറ്റ്, അത് കണ്ടോ, ഒരു മൂന്ന് നമുക്ക് അവിടെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രിക്കാകുമ്പോൾ ലൈറ്റ് കത്തുമ്പോൾ നല്ല ഇതുണ്ട്. പിന്നെ താഴെ ക്രോമിൻ്റെ ഒരു കളിയാണ് ക്രോം. പിന്നെ ക്യാമറ ഒക്കെ കൊടുത്തിട്ടുണ്ട്, റിവേഴ്സ് ക്യാമറ. ടൊയോട്ട എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്, ഹൈലക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയാണ് പിന്നത്തെ ഒരു ഇത്. പിന്നെ നമുക്കിതിൻ്റെ ബൂട്ട് എന്നല്ല പറയല്ലേ, പിക്കപ്പല്ലേ. അപ്പോൾ അത് തുറന്ന 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ട ഹുക്ക്, ചെറിയ സംഭവങ്ങളൊക്കെ കെട്ടിയിടാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്യാം കേട്ടോ. ഒരു ലോഡ് ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുമൊക്കെ നമുക്ക് നല്ല വെയിറ്റൊക്കെ താങ്ങാൻ ശേഷിയുള്ളതാണ്. കയറിയിരിക്കാം, എന്നാലൊന്നും കുഴപ്പമില്ല. തുറക്കാനടയ്ക്കാനൊക്കെ വളരെ സിമ്പിളാണ്. ഒറ്റ കൈ കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ വലിയ ഭാരമുള്ളതൊക്കെയാണെന്ന് തോന്നുമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഈ വണ്ടി ആൾക്കാർ എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുക ഇതൊരു ശരിക്കും 5 സീറ്റർ തന്നെയാണോ എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഇപ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ സീറ്റൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ്.
നല്ല ഡിസൈൻ ഡുവൽ ടോണൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 6 സ്പീക്കറുണ്ട്. നല്ല മ്യൂസിക് സിസ്റ്റമാണ്, റോബസ്റ്റ് മ്യൂസിക് സിസ്റ്റമാണ്. ഇവിടെ അതേ പിടിച്ച് കയറാൻ ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സീറ്റിംഗ് ആണ് കേട്ടോ. ഹെഡ് റെസ്റ്റ്, പിന്നെ മുകളിൽ ഹുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ്. രണ്ട് പേരുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കപ്പൊക്കെ വെച്ചിട്ട് കയറിയിരിക്കാം. ഇനി ഒന്ന് കയറി ഇരുന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ഇത് ശരിക്കും ഒരു 5 സീറ്ററാണ്, അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കയറിയിരിക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് സുഖമായിട്ടിരിക്കാം. ചെറിയൊരു സെൻട്രൽ ടണലുണ്ട്, കുറേ ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടത്, റിയർ AC ഉണ്ട്. പിന്നെ ഫ്രണ്ടിലെ ക്യാബിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. നല്ല ടിപ്പിക്കൽ ടൊയോട്ട ഫോർച്യൂണർ അതിൻ്റെയൊക്കെ ഒരു ഡിസൈനായിട്ട് നിൽക്കും. പിന്നിലേക്ക് വിശാലമായിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ഉണ്ട്, നമുക്ക് സുഖമായിട്ട് പിന്നത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ 5 പേർക്ക് സുഖമായിട്ടിരിക്കാം. നല്ല സീറ്റിംഗ് ആണ്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കയറിയിട്ടൊന്ന് നോക്കാം. റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കീലെസ് എൻട്രിയാണ്. നല്ല വിശാലമായൊരു ഡോറ്, നല്ല ഹെവി ഡോറാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഡീസൽ പർട്ടിക്കുലേറ്റ് ഫിൽട്ടർ സിസ്റ്റം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വണ്ടിയിൽ. കുറേ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഡോർ അൺലോക്ക് ബട്ടൺ, വിൻഡോ പവർ വിൻഡോ, മറ്റേ വിങ് മിറർ കൺട്രോൾ ചെയ്യാനുള്ള സംഭവങ്ങൾ, ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ സ്പേസ്, സ്പീക്കർ സിസ്റ്റം, നല്ല മ്യൂസിക് സിസ്റ്റം കേട്ടോ. ട്വീറ്റർ. പിന്നെ സീറ്റൊക്കെ അടിപൊളി സീറ്റാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നല്ല കുഷനിങ്ങും ഇലക്ട്രിക്കലി നമുക്ക് മുന്നോട്ടും സൈഡും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ നല്ലൊരു സീറ്റിംഗാണ്. നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടും ഒക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ പറ്റിയ സീറ്റാണ്. പിന്നെ താഴെ വരുന്നത് ഇങ്ങനെയൊക്കെയാണ്. ബൂട്ട് തുറക്കാനും കാര്യങ്ങളൊക്കെ. ഇത് ഓട്ടോമാറ്റിക് മോഡലാണ്. ഇവിടെ അതെ പിടിച്ചു കയറാൻ ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ തന്നെ വേണം. നല്ല ഉയരമുള്ള വണ്ടിയാണ്, ഓഫ് റോഡ് വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഈ വണ്ടി കാണിക്കും, ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ സ്റ്റിയറിംഗ്, അപ്പോൾ കയറിയിരുന്ന് നമ്മൾ സ്റ്റിയറിംഗ് നോക്കുമ്പോൾ മനോഹരമായൊരു സ്റ്റിയറിംഗ് ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ക്രൂസ് കൺട്രോളുണ്ട്, മീഡിയ കൺട്രോളറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം അത് കൺട്രോൾ ചെയ്യാൻ ഇതാണ് ക്രൂസ് കൺട്രോളർ കേട്ടോ. എയർ ബാഗ് ഉണ്ട്. നല്ല ലെതർ സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. പിന്നെ സെൻറ്ററിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ, പിന്നെ 2 സൈഡിലും അനലോഗായിട്ടുള്ള ഒരു ഡിസ്പ്ലേ സിസ്റ്റമാണ്. പിന്നെ മുകളിൽ അവിടെയൊക്കെ നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഒരു ടിപ്പിക്കൽ നമ്മൾ ഫോർച്യൂണറിലൊക്കെ കാണുന്ന പോലത്തെയുള്ള ഒരു ഇൻറ്റീരിയറാണ് ഇവിടെ വരുന്നത്. വ്യത്യാസമുള്ളത് ഈ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെയാണ്. 8-inch ടച്ച് സ്ക്രീനാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, വയർലെസ് കണക്ടിവിറ്റി, 20 കണക്റ്റഡ് ഫീച്ചേഴ്സ് അടക്കം നല്ല അടിപൊളി ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരുന്നത്. പിന്നെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോൾ, AC, നല്ല റോബസ്റ്റ് ആയിട്ടുള്ള AC കാര്യങ്ങളൊക്കെയാണ്. പിന്നെ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ H2, H4, L4, പിന്നെ ഡിഫറൻഷ്യൽ ലോക്ക്, പിന്നെ DACയുടെ ഒരു ബട്ടൺ ഉണ്ട്. ഡൗൺ ഹിൽ അസിസ്റ്റ് സിസ്റ്റം. നമ്മൾ കുന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ ആ ബട്ടൺ അമർത്തിയാൽ മതി, വണ്ടി തന്നെ അങ്ങ് പോന്നോളും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക്. പിന്നെ എക്കോ ഉണ്ട്, പവർ മോഡ് ഉണ്ട്. 2 ഡ്രൈവ് മോഡുകളാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും നല്ലൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രൈവർ എയർ ബാഗ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പിന്നെ 2 ഗ്ലൗ ബോക്സ് ഉണ്ട്. ഒരു മുകളിൽ ഗ്ലൗ ബോക്സ് ഉണ്ട്. അപ്പർ ഗ്ലൗ ബോക്സ് കൂൾഡാണ്, ചെറുതാണെങ്കിലും അത് കൂൾഡാണ്. പിന്നെ താഴെ ഒരു ലോവർ ഗ്ലൗ ബോക്സും കൂടി നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരു 50 ലക്ഷം രൂപയ്ക്കുള്ള വണ്ടിയാണ് ഈ സംഭവം. അപ്പോൾ അതിനുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീച്ചേഴ്സ് ഇല്ല. അത് പണ്ടേ ടൊയോട്ടയിൽ അങ്ങനെയാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യം, ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണ്, ലോങ് ഡ്രൈവ് അങ്ങനെയൊക്കെ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺവൈസേഴ്സ്, വാനിറ്റി മിററൊന്നുമില്ല. പിന്നെ മുകളിൽ റീഡിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മുടെ സൺഗ്ലാസ് വെക്കാനുള്ള ഒരു ഇത് ഇവിടെ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡിൽ വാനിറ്റി മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ ഡിമ്മിങ് മിററാണിത്. അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു അടിപൊളി പാക്കേജാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.